സർവദാ ദേവാലയത്തിൽ ദൈവത്തെ ധ്യാനിച്ചു കഴിയുന്നു എന്ന ഗർവോടെ ദൈവസന്നിധിയിലെത്തിയ ഭക്തനോട് ദൈവം പറഞ്ഞു, താഴ്വാരത്തിലുള്ള മരം വെട്ടുകാരൻ നിന്നേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നവനാണ് എന്ന്. ഭക്തന് സങ്കടമായി. തന്നേക്കാൾ അധികമായി എങ്ങനെയാണ് മരം വെട്ടുകാരൻ ദൈവത്തെ സ്നേഹിക്കുന്നതെന്ന് അറിയുവാൻ വേണ്ടിയിട്ട് അയാൾ മരം വെട്ടുകാരനെ നിരീക്ഷിക്കാൻ തുടങ്ങി. ദിവസേന രാവിലെ ഉണർന്നെഴുന്നേറ്റതിന് ശേഷം ദൈവമേ എന്നെ കാത്തുകൊള്ളണമേ എന്ന് മരം വെട്ടുകാരൻ പ്രാർത്ഥിക്കും. വൈകുന്നേരമാകുമ്പോൾ തിരിച്ച് വീട്ടിലെത്തി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ആ മരം വെട്ടുകാരൻ പറയും, ദൈവമേ എന്നെ കാത്തതിന് നിനക്ക് നന്ദി എന്ന്. ഇത് രണ്ടും മാത്രമേ മരം വെട്ടുകാരൻ പ്രാർത്ഥനയായി ഉപയോഗിച്ചിരുന്നുള്ളൂ. എന്നിട്ടും തന്നേക്കാൾ അധികമായി അയാൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിലെ യുക്തി ആ ഭക്തന് മനസ്സിലായില്ല. അയാൾ ദൈവത്തോട് പരിഭവം പറഞ്ഞപ്പോൾ ദൈവം അയാളുടെ കയ്യിൽ ഒരു സ്പൂൺ നിറയെ എണ്ണ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ എണ്ണയിൽ ഒരു തുള്ളി പോലും തുളുമ്പിപ്പോവാതെ ഈ ദേവാലയത്തിന് ചുറ്റും നടന്നിട്ട് തിരികെ നീയിലെത്തുക. അങ്ങനെ അയാൾ ദൗത്യം ആരംഭിച്ചു. ജാഗ്രതയോടുകൂടെ അയാൾ എണ്ണ തുള്ളി പോലും തുളുമ്പാതെ ദൈവസന്നിധിയിലെത്തിയപ്പോൾ ദൈവം ചോദിച്ചു, നീ ഈ എണ്ണ തുളുമ്പാതെ ദേവാലയം ചുറ്റുന്നതിനിടയിൽ എത്ര തവണ എന്നെ സ്മരിച്ചു? അയാൾ പറഞ്ഞു, എൻ്റെ സ്പൂണിലെ എണ്ണ തുളുമ്പാതിരിക്കുന്നതിലായിരുന്നു എൻ്റെ ശ്രദ്ധ. അതുകൊണ്ട് ആ സമയത്ത് നിന്നെ ഓർക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല. ദൈവം പറഞ്ഞു, ഈ ഒരു ചെറിയ ദൗത്യം ചെയ്യുന്നതിനിടയിൽ നീ എന്നെ മറന്നുപോയില്ലേ? എങ്കിൽ ജീവിതത്തിൻ്റെ ഭാരം മുഴുവനും വഹിക്കുന്ന ആ മനുഷ്യൻ 2 പ്രാവശ്യം എന്നെ ഓർക്കുമ്പോൾ അവനല്ലേ നിന്നേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നതെന്ന്. പ്രിയരെ, ദൈവ സ്നേഹമെന്ന് പറയുന്നതും ദൈവഭക്തി എന്ന് പറയുന്നതും സർവദാ ദേവാലയത്തിൽ ചിലവഴിക്കൽ മാത്രമല്ല, ജീവിതത്തിലെ തിരക്കുകൾക്കിടയിൽ പോലും ദൈവത്തെ ഓർക്കുക എന്നുള്ളതാണെന്നേ. ഗോഡ് ബ്ലെസ് യു.